ഇന്ന് കോടികൾ വിലമതിക്കുന്ന റോൾസ് റോയ്സ് പണ്ട് റോഡ് വൃത്തിയാക്കിയിരുന്ന ഒരു ചരിത്രമുണ്ട്. പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും അല്ലേ? എന്നാൽ വിശ്വസിച്ചേ പറ്റൂ. 1920കളിൽ രാജസ്ഥാനിലെ അൽവാറിലെ രാജാവായിരുന്ന രാജ ജയ്സിംഗ് പ്രഭാകർ ഒരിക്കൽ ലണ്ടനിലെ തെരുവുകളിലൂടെ നടക്കുമ്പോൾ റോൾസ് റോയ്സ് ഷോറൂമിൽ കയറുകയും ടെസ്റ്റ് ഡ്രൈവ് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഷോറൂമിലെ സെയിൽസ്മാൻ ഈ രാജാവിനെ കണ്ട് ഒരു സാധാരണക്കാരനാണെന്ന് തെറ്റിദ്ധരിച്ച ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെന്ന ആവശ്യം നിരസിച്ച് അദ്ദേഹത്തെ അപമാനിച്ചു തിരിച്ചുവിട്ടു. തൊട്ടടുത്ത ദിവസം തന്നെ രാജാവ് രാജകീയ പ്രൗഢിയോടെ വലിയ പരിവാരത്തോടൊപ്പം റെഡ് കാർപ്പറ്റിൽ ഷോറൂമിൽ വന്നിറങ്ങുകയും ആ ഷോറൂമിലെ 6 റോൾസ് റോയ്സ് കാറുകൾ ഒരുമിച്ച് വാങ്ങി. മാത്രമല്ല, അദ്ദേഹത്തെ അപമാനിച്ച അതേ ഷോറൂം ജീവനക്കാരനോട് ഈ കാറുകളെല്ലാം ഇന്ത്യയിലേക്ക് എത്തിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ വാഹനങ്ങളെ ഇന്ത്യയിൽ കൊണ്ടുവന്നിറക്കി. പിന്നീട് റോൾസ് റോയ്സ് കാറുകളുടെ മുന്നിൽ ചൂലുകൾ ഫിറ്റ് ചെയ്ത് അൽവാറിലെ തെരുവുകൾ വൃത്തിയാക്കാൻ ഈ കാറുകൾ ഉപയോഗിക്കുകയായിരുന്നു. കൊളോണിയൽ അഹങ്കാരത്തിനെതിരെ രാജാവിന്റെ വ്യത്യസ്തമായ ഈ പ്രതികരണം ലോകം മുഴുവൻ വാർത്തയായി മാറി. ഒപ്പം റോൾസ് റോയ്സ് കമ്പനിയെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. കമ്പനിയുടെ പ്രതിച്ഛായയെ വളരെ അധികം ബാധിച്ച ഈ വിചിത്രമായ സംഭവത്തിൽ നിന്നും രക്ഷ നേടാനായി റോൾസ് റോയ്സ് കമ്പനി ഉടൻ തന്നെ 6 റോൾസ് റോയ്സ് കാറുകൾ സമ്മാനമായി നൽകുകയും ചെയ്തു.